ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് നിരന്തരം എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ തേർഡ് സ്റ്റെപ്പ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അതിനെപ്പറ്റി സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എനേബിൾ ഒരു വാലിഡ് ഐ ഡി വെച്ചും അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ വെച്ചിട്ടും എങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാമെന്ന് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. ഇനി ഈ സെറ്റിംഗ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ക്രോം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. മറ്റൊരു പേജിൽ ലോഗിൻ എന്ന് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ചെറിയൊരു ലോഡിംഗ് എടുക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഈ കാണിക്കുന്ന പേജിന്റെ ഇടത് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഐക്കൺ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ബേസിക് ഇൻഫോ, തൊട്ടടുത്തായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ്, അതിനടുത്തായിട്ട് ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റി എന്നിങ്ങനെ 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇതിൽ ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്താണെന്നും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിരിക്കേണ്ട ഫുൾ സെറ്റിംഗ്സിനെ പറ്റിയും യൂട്യൂബ് ചാനൽ ഫുൾ സെറ്റിംഗ്സ് എന്ന തമ്പനയിലോട് കൂടി വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണമെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. ഇനി ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചറും അഡ്വാൻസ്ഡ് ഫ്യൂച്ചറും എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് സ്റ്റാൻഡേർഡ് ഫ്യൂച്ചർ, എല്ലാവർക്കും ഇത് എനേബിൾ ആയിരിക്കും. ഇനി രണ്ടാമത്തത് ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചർ. ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചർ എനേബിൾ ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് യൂസ് എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ ഇവിടെ യൂട്യൂബ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ന്യൂ വേസ് ടു എൻഗേജ് യുവർ ഓഡിയൻസ് and build your personal brand with a wider set of features. ഒന്നാമത്തേത് കസ്റ്റം തമ്പനയിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ലൈവ് സ്ട്രീം. നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈവ് സ്ട്രീമുകൾ ഒരു ദിവസം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൺ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇത് എങ്ങനെ വെരിഫൈ ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അവിടെ സെലക്ട് യുവർ കൺട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലാണോ താമസിക്കുന്നത് ആ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇന്ത്യ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഏത് നമ്പർ ആണോ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ നൽകുക. ഇനി ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും മുകളിലായിട്ട് ഹൗ ഷുഡ് വി ഡെലിവർ ദ വെരിഫിക്കേഷൻ കോഡ് ടു യു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് OTP വേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ ടെക്സ്റ്റ് മീ ദ വെരിഫിക്കേഷൻ കോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇനി അതല്ല, കോൾ മീ വിത്ത് ആൻ ഓട്ടോമേറ്റഡ് മെസ്സേജ്, വോയിസ് മെസ്സേജ് എന്ന ഓപ്ഷനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പേജ് ഇവിടെ കാണാനായിട്ട് കഴിയും. അവിടെ വെരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു കോളം നിങ്ങൾക്ക് കാണാം. അവിടെ വെരിഫിക്കേഷൻ കോഡ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരു പേജിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് ഞാനിവിടെ കാണിക്കുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് വന്ന് ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എനേബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായ അഡ്വാൻസ്ഡ് ഫ്യൂച്ചർ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് നോക്കാം. അതിനു വേണ്ടിയിട്ട് എലിജിബിൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനും ഷോർട്സിനും ഒക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലൈമോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡെയിലി ഒന്നിൽ കൂടുതൽ ലൈവ് സ്ട്രീമുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നിൽ കൂടുതൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒന്നിൽ കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനും
നമുക്ക് തമ്പനെയിൽ ഒന്നിൽ കൂടുതൽ തമ്പനെയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിൽ 3rd സ്റ്റെപ്പ് ഇനേബിൾ ആക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെയായി കാണുന്ന അഡ്വാൻസ്ഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 രീതിയിൽ എനേബിൾ ചെയ്യാൻ ഈ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് വീഡിയോ വെരിഫിക്കേഷൻ, രണ്ടാമത്തത് വാലിഡ് ID, മൂന്നാമത്തത് ചാനൽ ഹിസ്റ്ററി. ഇനി തൊട്ട് താഴെയായിട്ട് ആക്സസ് ഫ്യൂച്ചർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ടേക്ക് എ 6 സെക്കൻഡ് വീഡിയോ ഓഫ് യുവർ സെൽഫ്, അതായത് നിങ്ങൾക്ക് 6 സെക്കൻഡ് വരെയുള്ള ഒരു വീഡിയോ, സെൽഫി വീഡിയോ എടുത്താണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഈ ഒരു ഫ്യൂച്ചർ എനേബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, രണ്ടാമത്തെ ഓപ്ഷനായ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID എന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ID കൊടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഈ വാലിഡ് ID വെച്ച് എനേബിൾ ചെയ്യുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാർ കാർഡ് ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. നിങ്ങൾക്കൊരു നിങ്ങളുടെ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരു ID വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, മൂന്നാമത്തെ സ്റ്റെപ്പായ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ടാണ് നിങ്ങൾ എനേബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാസം ആയി നിങ്ങൾ ചാനൽ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുവരെയും യൂട്യൂബിന്റെ വയലേഷൻ ഒന്നും നിങ്ങൾ ലംഘിച്ചിട്ടില്ല, യൂട്യൂബിന്റെ അതേ ക്രൈറ്റീരിയ പിന്തുടർന്നുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനായ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ട് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനായ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ടാണ് ഇത് നിങ്ങൾ ഇനേബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് 2 മന്തിൽ നിങ്ങളുടെ ചാനലിൽ നല്ല ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ഒരു വാലിഡ് ID വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗെറ്റ് ജിമെയിൽ ടു സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ഓൺ യുവർ ഫോൺ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി താഴെ ജിമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരുന്നതാണ്. നിങ്ങൾ ബാക്ക് വരിക, മെയിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വന്ന മെയിൽ കാണാനായിട്ട് കഴിയും. മെയിൽ ചെക്ക് ചെയ്യുക. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID എന്നും കൺഫേം യുവർ ഇൻഫർമേഷൻ എന്നും 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏത് ID വെച്ചിട്ടാണ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ID നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. മറ്റൊരു പേജിൽ എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ഐ എഗ്രി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തത് ക്യാമറ, രണ്ടാമത്തത് ഗാലറി. ഇനി നിങ്ങളുടെ കയ്യിൽ ID ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ ഗാലറിയിൽ ID-യുടെ ഫോട്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന മീഡിയ പിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഗാലറിയിൽ നിന്നും ID സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് ലോഡിംഗ് എടുക്കും, നിങ്ങൾ ബാക്ക് പോകരുത്. ഇനി മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഇത് കറക്റ്റ് ആണ് എങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എനേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ സെക്കൻഡ് സ്റ്റെപ്പും 3rd സ്റ്റെപ്പും എനേബിൾ ആക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക്, മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്കും, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.